ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 16-ാം ഞായർ. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മുടെ അതിഥിയായി കടന്നു വന്ന് നമ്മുടെ ആതിഥേയത്വം സ്വീകരിക്കുന്ന ദൈവത്തെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്നത്തെ വായനകളിൽ കണ്ടുമുട്ടുക. ഒന്നാമത്തെ വായനയിൽ അബ്രഹത്തിൻ്റെ അടുത്തേക്ക് പരിശുദ്ധ ത്രിത്വം തന്നെ കടന്നു വരുക. 3 ആളുകൾ അബ്രഹത്തിൻ്റെ അടുത്തേക്ക് അബ്രഹത്തെ അനുഗ്രഹിക്കുവാൻ, മക്കളില്ലാതിരുന്ന അബ്രഹത്തിന് സാറയ്ക്കും മകനെ വാഗ്ദാനം ചെയ്യുവാൻ കർത്താവ് അവിടെ കടന്നു വരിക. അബ്രഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ സ്വീകരിക്കുന്ന അബ്രഹത്തെയും കുടുംബത്തെയും നമ്മൾ കാണുക. അബ്രഹവും സാറായും അവിടുത്തെ പൃഥ്വിനും ചേർന്ന് കർത്താവിന് വേണ്ടി വിരുന്നൊരുക്കി. ആ കർത്താവ് അവർക്ക് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ജീവിതത്തിലേക്ക് കർത്താവ് ഇങ്ങനെ കടന്നു വരിക, നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് കടന്നു വരിക, തൻ്റെ വാഗ്ദാനം നമുക്ക് അവിടെ നേരുകയാണ്. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ കർത്താവ് ജെറുസലേമിലേക്കുള്ള യാത്രയിൽ, ആ യാത്രയിൽ മർത്തായുടെയും മേരിയുടെയും ഭവനത്തിലേക്ക് വരിക. അവിടെ മർത്ത കർത്താവിനെ സ്വീകരിച്ചു, കർത്താവിനെ ശുശ്രൂഷിക്കുവാനായിട്ട് അവൾ ആരംഭിച്ചു. അവിടെ മേരി എന്താ ചെയ്യുന്നത്? കർത്താവിൻ്റെ അടുത്തിരുന്ന് പാദാന്തികത്തിലിരുന്ന് അവിടുത്തെ ശിഷ്യയെപ്പോലെ ശിഷ്യയായി കർത്താവിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. തൻ്റെ സാന്നിധ്യവും അതേപോലെ തൻ്റെ കേൾവിയും എല്ലാം കർത്താവിന് കൊടുക്കുക. കർത്താവിൻ്റെ അടുത്തിരുന്ന് പലപ്പോഴും പറ്റാവുന്ന ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു അതിഥി കടന്നു വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ അതിഥി അങ്ങോട്ട് മറന്ന് അതിഥിക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നോർത്ത് വ്യഗ്രതപ്പെട്ട് നമ്മളിങ്ങനെ പല കാര്യങ്ങൾ ചെയ്തു. അതുപോലെ മർത്ത ചെയ്യുന്നത്. മർത്ത എന്ന് പറയുന്നത്, കർത്താവേ, ഞാനിവിടെ കിടന്ന് നിനക്ക് വേണ്ടി വിഷമിക്കുമല്ലേ, എന്നെ തനിയെ വിട്ടിട്ട് അവൾ അവിടെ ഇരിക്കുന്നു, അവളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുമെന്ന് പറയുക. അപ്പോൾ മർത്ത മറന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് അറിയാമോ? കർത്താവിൻ്റെ അടുത്ത് അന്നേരം ആരും ഇല്ലാതാകുകയല്ലേ. കർത്താവ് അതിഥിയായിട്ട് വന്നതാ, അതിഥിയായിട്ട് സ്വീകരിച്ചത് മർത്തയാണ് സ്വീകരിച്ചത്. കർത്താവിൻ്റെ അടുത്ത് മേരി ഇരിക്കുന്നില്ലോ എന്നോർത്ത് സന്തോഷിക്കേണ്ടവളാണ് മർത്ത. പക്ഷെ കർത്താവ് മർത്തായോട് എന്താ പറയുന്നത്? മർത്ത, നീ പല കാര്യങ്ങളും ഓർത്ത് ഇങ്ങനെ ആകുലപ്പെടുക. ആകുലത നമുക്ക് വേണ്ട. എനിക്കിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു കറിയുടെ ആവശ്യമുള്ളൂ. പക്ഷേ ഇപ്പോഴുണ്ടല്ലോ, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് അറിയാമോ? എൻ്റെ അടുത്തിരുന്ന് എൻ്റെ സ്വരം കേൾക്കുന്ന ഒരാൾ. കാരണം ഞാൻ ജെറുസലേമിലേക്ക് പോകുക. അവിടെ പീഡാനുഭവങ്ങളൊക്കെ വരാൻ പോവുക. ആ പീഡാനുഭവത്തിലേക്ക് ഞാൻ മുന്നേറുമ്പോൾ ഒരു വിധത്തിൽ എനിക്കിപ്പോഴും അത്യാവശ്യമാണുള്ളത് ആഹാരം കഴിക്കുക എന്നതല്ല, പിന്നെയോ ആരോടെങ്കിലും എനിക്കെല്ലാം ഒന്ന് തുറന്നു പറയണം, അത് കേൾക്കാൻ സാധിക്കുന്ന ഒരാൾ. അങ്ങനെ ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് രണ്ടുപേരും വേണം. മർത്തായും വേണം, മേരിയും വേണം. ഒരു വിധത്തിൽ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ 2 ഭാഗങ്ങളാണത്. കർത്താവിനെ ശുശ്രൂഷിക്കുന്ന, അതോടൊപ്പം കർത്താവിനെ കേൾക്കുന്ന ആ രീതി. അവിടെയാണ് യഥാർത്ഥ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ കർത്താവിനെ കേൾക്കുന്ന ആൾ, അതോടൊപ്പം തന്നെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്ന ആളും കൂടെയാണ്. ഇന്നത്തെ സുവിശേഷം അത് വെളിവാക്കുക. നമുക്ക് വ്യഗ്രതകളൊന്നും വേണ്ട. അത്യാവശ്യം എന്താ എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി അത്യാവശ്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നമ്മൾ ജീവിക്കുമ്പോഴാണ് ഒത്തിരി വ്യഗ്രതപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇപ്പോഴും കർത്താവിന് അത്യാവശ്യം എന്ന ഒരു ബോധത്തോടെ പ്രിയപ്പെട്ടവരെ നമുക്ക് പെരുമാറാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കർത്താവ് പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ അവിടുന്നുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുതൊരിക്കലും. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ അകക്കാമ്പായി കർത്താവുണ്ട്. ഒരു വിത്തിനകത്ത് ചെടി എന്നതുപോലെ കർത്താവുണ്ട്. ചക്കക്കുരുവിനകത്ത് പ്ലാവുണ്ടോ എന്ന് ചോദിക്കാറില്ലേ? പ്ലാവ് ചക്കക്കുരുവിനകത്ത് ഒളിഞ്ഞിരിക്കുക. ഇതേപോലെ ക്രിസ്തു നാം ഓരോരുത്തരിലും ഒളിഞ്ഞിരിക്കുക. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം യുഗങ്ങളായി അത് മറഞ്ഞിരിക്കുക. ഇപ്പോഴതോ വെളിവാക്കി ആയിരിക്കുന്നു എന്ന് പറയുകയാണ്. ആ വെളിവാകൽ പ്രിയപ്പെട്ടവരെ പൂർണ്ണമാകുന്ന എവിടെയാണെന്നറിയാമോ? ഗലാത്യർ 2:20. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയാണ്, എന്നിലെ വിത്തിൻ്റെ പുറന്തോടെല്ലാം അഴുകി ഇല്ലാതാകുന്ന പോലെ എന്നിലെ അഹന്ത ക്രിസ്തുവിനോടൊത്ത് ക്രൂശിതമായിരിക്കുന്നു. ഇനി ജീവിക്കുന്നു എൻ്റെ ഉള്ളിലെ അകക്കാമ്പ്, അത് വളർന്ന് വികസിച്ച് പടർന്ന് പന്തലിച്ച് ഫലം കായ്ക്കുന്ന അനുഭവം. ഞാനല്ല, ക്രിസ്തുവിനിൽ ജീവിക്കുന്നു എന്നൊരു അനുഭവത്തിലേക്ക് കടന്നു വരിക. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാകണ്ടേ. ഒരു ക്രിസ്തു ശിഷ്യൻ പ്രിയപ്പെട്ടവരെ, തൻ്റെ ഉള്ളിലെ ക്രിസ്തുവിനെക്കുറിച്ച് ബോധപ്പെടണം. ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷേകമാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദൈവം ഏകുന്ന രക്ഷയാണ്.
ക്രിസ്തു എന്ന് പറഞ്ഞാൽ ആ ദൈവത്തിൻ്റെ കൃപാവരമാണ്, ദൈവ അനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ നന്മ അതെല്ലാം നമ്മിലുണ്ട്. പക്ഷേ അത് വിത്തിനകത്തുനിന്ന് പോലെ ഒളിഞ്ഞിരിക്കേണ്ടതല്ല, അത് പടർന്ന് പന്തലിക്കണം, പുറത്തേക്ക് വരണം പ്രിയപ്പെട്ടവരെ. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ ശിഷ്യരായി മാറുക. അത് നമുക്ക് സാധിക്കുന്നത് ഈ മേരിയെ പോലെ കർത്താവിൻ്റെ പാദാന്തരത്തിലിരുന്ന് അവിടുത്തെ സ്നേഹം നുകരുവാനും അവിടുത്തെ സ്വരം കേൾക്കാനും, പ്രിയപ്പെട്ടവരെ അവിടുത്തെ ശ്രദ്ധ വെച്ചുകൊണ്ട് അവിടുത്തെ നിരന്തരം കേൾക്കുവാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ സാന്നിധ്യമേകി പ്രിയപ്പെട്ടവരെ നമുക്ക് കർത്താവിനോട് കൂടെ ആകാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ സങ്കീർത്തനം നമ്മൾ നോക്കുക. ഇന്നത്തെ സങ്കീർത്തനത്തിൽ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ പ്രത്യേകതകൾ അവിടെ വിവരിക്കുക. സത്യസന്ധതയോടുകൂടി ജീവിക്കുന്ന വ്യക്തിപരമായ ജീവിതം, അതേപോലെ തന്നെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്ന, മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുന്ന, മറ്റുള്ളവരുമായിട്ട് ഐക്യത്തിൽ കഴിയുന്ന ഒരു ജീവിതം, അതേപോലെ തന്നെ സമ്പത്തിൻ്റെ കാര്യവും സമ്പത്തിൽ ആശ്രയിക്കുന്നതിന് പകരം ആ സമ്പത്തിനെ നന്നായിട്ട് ഉത്തരവാദിത്വ ബോധത്തോടെ പ്രിയപ്പെട്ടവരെ കൈകാര്യം ചെയ്യുന്ന ഒരു ജീവിതം, അതാണ് യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതം. നമുക്ക് നമ്മുടെ ജീവിതത്തെ കർത്താവിന് പ്രിയപ്പെട്ടതാക്കി മാറ്റാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. നാം അർപ്പിക്കുന്ന ഈ ബലിയിലൂടെ പ്രിയപ്പെട്ടവരെ കർത്താവ് കടന്നു വരിക, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരിക, നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരിക, നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരിക, നമ്മുടെ ലോകത്തിലേക്ക് കടന്നു വരിക. അബ്രഹാം ദൈവത്തെ സ്വീകരിച്ചതുപോലെ, മർത്ത തൻ്റെ ഭവനത്തിലേക്ക് കർത്താവിനെ സ്വീകരിച്ചതുപോലെ നമുക്കും കർത്താവിനെ ഉൾക്കൊള്ളാം. കർത്താവ് നമ്മളിൽ ജീവിക്കട്ടെ, നമ്മുടെ കൂടെ ജീവിക്കട്ടെ, നമുക്ക് വേണ്ടി ജീവിക്കട്ടെ. തൻ്റെ ഇഷ്ടമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരെയും അവിടുന്ന് പ്രാപ്തരാക്കട്ടെ. തൻ്റെ അഭിഷേകം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ, തൻ്റെ സ്നേഹം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ, തൻ്റെ രക്ഷ നമുക്ക് അനുഭേദ്യമാക്കട്ടെ. ദൈവപാതയിലൂടെ ചരിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.